Hi dear students, how are you? All of you, good morning. Today we are discussing our second chapter, the River Valley Civilizations. നദീതട സംസ്കാരങ്ങളിലൂടെ. അപ്പോൾ ഈ വേർഡിൽ തന്നെ നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലേ, നദീതട സംസ്കാരങ്ങളിലൂടെ. അപ്പോൾ സിവിലൈസേഷൻസ് എവിടെ ഒറിജിനേറ്റ് ചെയ്തത്, എവിടെയാണ് രൂപം കൊണ്ടേ? നദീതടങ്ങളിലായിരുന്നു അല്ലേ. നദീതടങ്ങളിലാണ് സിവിലൈസേഷൻസ്, റിവർ വാലിയിലാണ് സിവിലൈസേഷൻസ് രൂപം കൊണ്ടത്. എന്തുകൊണ്ടായിരിക്കാം? അതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. വൈ വാസ് ദി സിവിലൈസേഷൻസ് ഒറിജിനേറ്റഡ് ഇൻ ദി ബാങ്ക് ഓഫ് ദി റിവേഴ്സ്? എന്തുകൊണ്ട് സംസ്കാരങ്ങൾ നദീതീരങ്ങളിൽ രൂപം കൊണ്ടു? നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ, ഇതിന് മുന്നത്തെ ക്ലാസ്സുകളിൽ ഏർലി മാൻ്റെ ഓരോ ജീവിതത്തിലെ ഓരോ സ്റ്റേജുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അത് ലാസ്റ്റ് അത് എന്തിന് അനുസരിച്ചായിരുന്നു ഓരോ സ്റ്റേജുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നേ? സ്റ്റോൺ ടൂൾസിലുള്ള മാറ്റത്തിൻ്റെ പുരോഗമനത്തിൻ്റെ അനുസരിച്ചായിരുന്നു നമ്മൾ ഓരോ സ്റ്റേജുകളായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലായൊരു കാര്യമായിരുന്നു, മനുഷ്യന് ഒരു ഹ്യൂമൺ അത്യാവശ്യമായ കാര്യമാണ് എന്ത്? അഗ്രികൾച്ചർ, കൃഷിയിലെ ഫുഡ് വേണം. അതിനുവേണ്ടി അവർ കൃഷി ചെയ്യാൻ തുടങ്ങി നമ്മൾ പഠിച്ചിരുന്നു. എവിടെയാണ് അവർ കൃഷി ചെയ്യാൻ തുടങ്ങിയേ? നമ്മൾ കൾച്ചർ അല്ലേ, അഗ്രികൾച്ചർ. കൃഷി എന്ന് പറയുന്നത് തന്നെ ഒരു സംസ്കാരമാണ്, സിവിലൈസേഷനാണ് അല്ലേ. കാരണം അഗ്രികൾച്ചർ, കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? സംസ്കാരം അല്ലേ. അപ്പോൾ അഗ്രികൾച്ചർ, കൃഷി ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാവാം അവർ കൃഷി സിവിലൈസേഷൻ നദീതീരങ്ങളിൽ ആരംഭിച്ചു? പ്രധാനമായിട്ടും അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ടിട്ടല്ലേ. എന്തൊക്കെയാണ് വരിക? ഫസ്റ്റ്, അപ്പോൾ കൃഷി ചെയ്യാൻ എന്തൊക്കെയാണ് വേണ്ടത് നോക്കിയാൽ മതി. ഫസ്റ്റ്, അവൈലബിലിറ്റി ഓഫ് ഫെർട്ടൈൽ സോയിൽ ഫോർ കൾട്ടിവേഷൻ. നദീതീരങ്ങളിലുള്ള കൃഷിക്ക് അനുയോജ്യമായ ഫലപുഷ്ടമായ മണ്ണിൻ്റെ ലഭ്യതയായിരുന്നു. അതായത് ഈ നദികൾ ഒരുപാട് എക്കലുകൾ വഹിച്ചു കൊണ്ടുവരുമായിരുന്നു അല്ലേ. ഇത് കൃഷിക്ക് വളരെ അനുയോജ്യമായിരുന്നു. അത് ആ ഭാഗത്തുള്ള മണ്ണിനെ ഫലപുഷ്ടമാക്കുമായിരുന്നു. നദീതീരങ്ങളിലെ മണ്ണിനെ, സോയിലിനെ അത് ഫലപുഷ്ടമാക്കുമായിരുന്നു. അതായിരുന്നു ഒരു കാരണം, അവൈലബിലിറ്റി ഓഫ് ഫെർട്ടൈൽ സോയിൽ ഫോർ കൾട്ടിവേഷൻ അല്ലേ. ദെൻ സെക്കൻഡ്, അവൈലബിലിറ്റി ഓഫ് വാട്ടർ. കൃഷിക്ക് വേണ്ടത് എന്താ? അഗ്രികൾച്ചറിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന് എന്താ? വാട്ടർ അല്ലേ, വാട്ടറിങ് ആണ്. അപ്പോൾ അവൈലബിലിറ്റി ഓഫ് വാട്ടർ. പിന്നെ കൃഷിയുടെ കൂടെ അവർക്ക് മറ്റൊരു ഒക്യുപ്പേഷനും കൂടെ നടത്താമായിരുന്നു. എന്തായിരുന്നു അത്? ഓപ്പർച്യൂണിറ്റി ഫോർ ഫിഷിംഗ്. അവർക്ക് എന്ത് നടത്താം? മത്സ്യബന്ധനത്തിനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അതുപോലെ മറ്റൊന്ന്, വാട്ടർ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ്, ജലഗതാഗതത്തിനുള്ള സൗകര്യം. ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് സ്റ്റേജിൽ പറഞ്ഞിട്ടുള്ളായിരുന്നു അല്ലേ. എലിമെൻ്റ് ലാസ്റ്റ് സ്റ്റേജിൽ നമ്മളിതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന അവരുടെ ഫീച്ചേഴ്സ് ആയിരുന്നു. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് അവർ ഒരു നദീതീരങ്ങൾ, റിവർ വാലീസിൽ അവർ സെറ്റിൽഡ് ലൈഫ് ആരംഭിക്കാൻ തുടങ്ങിയത്, സ്ഥിരതാമസം ആരംഭിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് അവിടെ ഉയർന്നു വരാൻ തുടങ്ങിയത്? സിവിലൈസേഷൻസ് രൂപം കൊള്ളാൻ കാരണമായത്. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ കുറച്ച് സിവിലൈസേഷൻസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ സിവിലൈസേഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്, അത് ഏതൊക്കെ റിവർ ബാങ്ക്സിലാണ് ഉണ്ടായിട്ടുള്ളത്, അല്ലെ റിവർ വാലീസിലാണ് ഉണ്ടായിട്ടുള്ളതെന്നും കൂടെ നമുക്കൊന്ന് ഫസ്റ്റ്ലി പറയാം കേട്ടോ. ഫസ്റ്റ്, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ പറയുമ്പോൾ നമുക്കറിയാം ഏത് റിവറുമായി ബന്ധപ്പെട്ടതാ? ദി ഗിഫ്റ്റ് ഓഫ് ഈജിപ്ത് എന്തിൻ്റെ ഗിഫ്റ്റാണെന്ന് പറയുക? ഏത് നദിയുടെ ഗിഫ്റ്റാണെന്ന് പറയുന്നത്? ദി ഗിഫ്റ്റ് ഓഫ് റിവർ. ഏത് റിവറാ? നൈൽ അല്ലേ, ദി റിവർ നൈൽ. നൈൽ നദിയുടെ ഗിഫ്റ്റായിട്ടാണ് നമ്മൾ എന്തിനാ പറയാറ്? ഈജിപ്ഷ്യന് പറയാറ്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഈജിപ്ഷ്യൻ സംസ്കാരം എവിടെയാവും? ദി റിവർ നൈൽ. ദെൻ നെക്സ്റ്റ്, മെസൊപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ. മെസൊപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ രണ്ട് റിവേഴ്സിനിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദി റിവർ യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ്. ഏതൊക്കെയാ? ദി റിവർ യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ്. ദെൻ നെക്സ്റ്റ്, ഇൻഡസ് വാലി സിവിലൈസേഷൻ. ദി റിവർ സിന്ധു ആൻഡ് ഇറ്റ് ഈസ് ട്രൈബ്യൂട്ട്സ്. സിന്ധു നദിയുടെയും അതിൻ്റെ പോഷക നദികൾക്കും മേളിലാണ് ഏത് ഉണ്ടായത്? ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇത് കേൾക്കുമ്പോൾ നമ്മൾക്കൊരു ചെറിയൊരു ആകാംക്ഷയുണ്ട് അല്ലേ.
ഇത് നമ്മുടെ നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ടതാണോ എന്നുള്ളൊരിതില്ലേ. അതിൽ ശരിക്കും ഇന്ത്യ എന്ന് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും എന്താണ് നമുക്കറിയാവുന്നതാണ്. റിവർ ഇൻഡസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ഏതിലൂടെയാണ് ഒഴുകുന്നത് എന്നല്ലേ. ദെൻ നെക്സ്റ്റ് പറയുന്നത് ചൈനീസ് സിവിലൈസേഷൻ. നദി ഏത് റിവറാ? ദി റിവർ ഹൊയാങ്ഹോ. റിവർ ഹൊയാങ്ഹോ നദീതീരത്താണ് ചൈനീസ് സിവിലൈസേഷൻസ് നിലകൊള്ളുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആദ്യം തന്നെ നമ്മൾ ഇത് നോട്ടിൽ എഴുതിയെടുക്കണം, അതുപോലെ പഠിക്കുകയും വേണം കേട്ടോ. നമുക്കൊരു പ്രാവശ്യം കൂടെ പറയാം. ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, ദി ഗിഫ്റ്റ് ഓഫ് റിവർ നൈൽ അല്ലേ, ദി റിവർ നൈൽ. ദെൻ നെക്സ്റ്റ് മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ, ദി റിവേഴ്സ് യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ്. Then Indus Valley civilization, the river Indus and its tributaries. Then Chinese civilization, the river Huanghe. All of you take your textbook and read the passage. All of you take it. All of you read it. It was the year 1856. The British decided to lay a railway line from മുൾട്ടാൻ ടു ലാഹോർ. വർഷം 1956 മുൾട്ടാനിൽ നിന്ന് ലാഹോറിലേക്ക് ഒരു ദേശീയപാത പണിയുവാൻ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. ദി ബ്രണ്ടൺ ബ്രദേഴ്സ് വേർ അസൈൻഡ് ദി ചാർജ് ഓഫ് ഇറ്റ്സ് കൺസ്ട്രക്ഷൻ. പാതയുടെ നിർമ്മാണ ചുമതല ബ്രണ്ടൺ സഹോദരന്മാർക്കായിരുന്നു. ദി ലൈൻ വാസ് ടു ബി ലേഡ് ത്രൂ ദി ഇൻഡസ് വാലി. സിന്ധു നദീതടങ്ങളിലൂടെയാണ് ഈ പാത നിർമ്മിക്കേണ്ടിയിരുന്നത്. So the brothers, who were engineers, toiled hard with the laborers. They could not fix the railway track in the loose soil. മണ്ണിന് ഉറപ്പ് തീരെയില്ല. എഞ്ചിനീയർമാരായ ആ സഹോദരങ്ങളും തൊഴിലാളികളും കഠിനാധ്വാനം ചെയ്തിട്ടും റെയിൽ പാളം ഉറപ്പിക്കാൻ കഴിഞ്ഞില്ല. The constructions came to a standstill. Then the engineers noticed some burnt bricks nearby. They were hard and suitable for laying the track without wasting any time. They paved those bricks and laid the line. ആ സമയത്താണ് പാത നിർമ്മാണം വഴിമുട്ടി. ആ സമയത്താണ് തൊട്ടടുത്ത് തന്നെയുള്ള ചുട്ട ഇഷ്ടികകൾ എഞ്ചിനീയർമാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. നല്ല ഉറപ്പുള്ളവയായിരുന്നു അവ. വർഷങ്ങളോ റെയിൽ പാളം നിർമ്മിക്കുവാൻ പറ്റിയവ. പിന്നെ താമസിച്ചില്ല. ആ ചുടുകട്ടകൾ നിരത്തി അവർ പാത നിർമ്മിച്ചു. അപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ, അതാണ് നമ്മളിപ്പോൾ തുടക്കം നേടുന്നല്ലേ. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന സിവിലൈസേഷൻ ഇൻഡസ് വാലി സിവിലൈസേഷൻസ് ആണ്. Neither the laborers nor the engineers realized that those burnt bricks were the remain of a great civilization that existed centuries back. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിലനിന്നിരുന്ന ഒരു മഹത്തായ ഒരു സിവിലൈസേഷൻ്റെ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകളായിരുന്നു ആ ചുടുകട്ടകൾ എന്ന കാര്യം അന്ന് തൊഴിലാളികളോ ആ എഞ്ചിനീയർമാരോ അന്ന് അറിഞ്ഞിരുന്നില്ല. പിന്നീട് 1921 ബ്രിട്ടീഷുകാർ അത് എക്സ്കവേഷൻ ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചു. അവിടെ നമ്മൾ ഓർക്കേണ്ട ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു നെയിമാണ് സർ ജോൺ മാർഷൽ. സർ ജോൺ മാർഷൽ ആർക്കിയോളജിക്കൽ ഡയറക്ടർ ഓഫ് ദി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ എക്സ്കവേഷൻ തുടങ്ങിയത്. When Sir John Marshall was the director of the Archaeological Survey of India, an excavation was undertaken in 1921. പിന്നീട് 1921 സർ ജോൺ മാർഷൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടറായിരുന്ന കാലത്ത് നടന്ന ഉദ്ഘാടനത്തിലാണ് ഒരു മഹത്തായ സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ ബ്രിക്സ്, ഈ ഇഷ്ടികകളെന്ന് കണ്ടെത്തിയത്. ആ നെയിം മറക്കരുത്. ആരാണ്? സർ ജോൺ മാർഷൽ. എന്നാണ് ഫസ്റ്റ് എക്സ്കവേഷൻ നടത്തുന്നത്? 1921 അല്ലേ? 1921 ഒന്ന് നമ്മൾ ഓർക്കണ്ടേ. എന്നാൽ നമ്മുടെ ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആയ 1947. അപ്പോൾ
26 ഇയേഴ്സിന് മുമ്പ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ഈ 26 ഇയേഴ്സിന് മുമ്പാണ് എന്ത് ചെയ്യുന്നത്, ഈ എക്സ്കവേഷൻ നടത്തുന്നത്. The excavations revealed that a civilization has existed in the valleys of the river Indus and its tributaries. സിന്ധു നദിയുടെയും അതിൻ്റെ പോഷക കൈവഴികളുടെയും തീരത്ത് വിവിധ പ്രദേശങ്ങളിലായിരുന്നു ഈ സംസ്കാരം നിലനിന്നിരുന്നത്. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ട ഒരു പ്ലേസാണ് ഹാരപ്പ. ഇന്നത് പാകിസ്ഥാനിലാണ് കേട്ടോ ഹാരപ്പ. ഇവിടെ നമ്മൾ ഇൻഡസ് സിവിലൈസേഷൻ പറയുന്നതിൽ നമ്മൾ മെയിനായിട്ട് ഓർക്കേണ്ട ഒരു പ്രദേശമാണ് ഹാരപ്പ. ഓക്കെ, അപ്പോൾ എവിടെയാ ഈ സിവിലൈസേഷൻ എന്ന് നമ്മൾ പറഞ്ഞേ? എവിടുന്ന് അവർ എക്സ്കവേഷൻ നടത്തിയത്? റിവർ ഇൻഡസ് ആൻഡ് ഇറ്റ്സ് ട്രൈബ്യൂട്ടറീസ് അല്ലേ? സിന്ധു നദികളുടെയും അതിൻ്റെ കൈവഴികളുടെയും തീരത്തായിരുന്നു അല്ലേ? അതുകൊണ്ട് തന്നെ ദി സിവിലൈസേഷൻസ് കെയിം ടു ബി നോൺ ആസ് ദി ഇൻഡസ് വാലി സിവിലൈസേഷൻ. അതുകൊണ്ട് തന്നെ ഈ സംസ്കാരത്തെ എന്ത് നെയിമാണ് വിളിക്കുന്നത്? സിന്ധു നദീതട സംസ്കാരം, ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നറിയപ്പെടുന്നു. ദി ഫസ്റ്റ് എക്സ്കവേഷൻ വാസ് കണ്ടക്റ്റഡ് ഇൻ ഹാരപ്പ ഇൻ ദി പ്രസൻറ്റ് പാകിസ്ഥാൻ. ദി ഫസ്റ്റ് എക്സ്കവേഷൻ was conducted in the place Harappa. It is situated in now in Pakistan അല്ലേ? പാകിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന ഹാരപ്പ എന്ന പ്രദേശത്താണ് ഫസ്റ്റ് ഉദ്ഘാടനം നടത്തിയത്. ആരായിരുന്നു ഇതിന് നേതൃത്വം നൽകിയത്? ഇറ്റ് വാസ് ലെഡ് ബൈ ദയാറാം സാഹ്നി. under the control of ദയാറാം സാഹ്നി. ദയാറാം സാഹ്നിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ ഉദ്ഘാടനം നടത്തിയത്. Since the first evidence for the Indus Valley civilizations obtained from Harappa, so this civilization is also known as the Harappan civilization. ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ആദ്യ തെളിവുകൾ ഹാരപ്പയിൽ നിന്ന് ലഭിച്ചതിനാൽ ഈ സിവിലൈസേഷനെ ഹാരപ്പൻ സിവിലൈസേഷൻ എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. എന്താണ് ആ ക്വസ്റ്റ്യൻ വരിക? നമ്മൾ പറഞ്ഞു എവിടെയായിരുന്നു ഫസ്റ്റ് ഉദ്ഘാടനം നടന്നത്? ഹാരപ്പയിലായിരുന്നു അല്ലേ? അതുകൊണ്ട് തന്നെ സിന്ധു നദീതട സംസ്കാരം ഹാരപ്പൻ സംസ്കാരം എന്നും വിളിക്കുന്നത് എന്തുകൊണ്ട്? വൈ ഈസ് ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ otherwise called as Harappan civilizations? എന്താ ആൻസർ പറയാ? Since the first evidence for the Indus Valley civilizations was obtained from Harappa, this civilization is also known as Harappan civilization. ഫസ്റ്റ് എവിഡൻസ് ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ച് ഫസ്റ്റ് എവിഡൻസ് കിട്ടുന്നത് എവിടെ നിന്നാണ്? ഹാരപ്പയിൽ നിന്നാണ് അല്ലേ? മറ്റൊരു പോയിന്റും കൂടെ നമുക്ക് പറയാം. ദ ഫസ്റ്റ് എക്സ്കവേഷൻ ലെഡ് ബൈ ദയാറാം സാഹ്നി ഇൻ ഹാരപ്പ അല്ലേ? ഇൻ ഹാരപ്പ ഫസ്റ്റ് എക്സ്കവേഷൻ നടത്തുന്നത് എവിടെയാണ്? ദി ഫസ്റ്റ് എക്സ്കവേഷൻ വാസ് കണ്ടക്റ്റഡ് ഇൻ ഹാരപ്പ അണ്ടർ ദി ഡയറക്ഷൻ ഓഫ് ദി ദയാറാം സാഹ്നി. ദയാറാം സാഹ്നിയുടെ നേതൃത്വത്തിൽ ഫസ്റ്റ് എക്സ്കവേഷൻ നടത്തുന്നതും ഹാരപ്പയിലാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് എവിഡൻസ് നമുക്ക് ലഭിക്കുന്നതും ഫസ്റ്റ് എവിഡൻസ് ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻസ് ഒബ്റ്റൈൻഡ് ഫ്രം ഹാരപ്പ. ദെർഫോർ ഇൻഡസ് വാലി സിവിലൈസേഷൻസ് ഈസ് ഓൾസോ നോൺ ആസ് ദി ഹാരപ്പൻ സിവിലൈസേഷൻസ്. ഫസ്റ്റ് എക്സ്കവേഷൻ നടത്തുന്നതും അതുപോലെ ഫസ്റ്റ് തെളിവുകൾ എവിഡൻസ് കിട്ടുന്നതും ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഫസ്റ്റ് തെളിവുകൾ കിട്ടുന്നതും ഹാരപ്പയിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഇതിനെ എന്ത് വിളിക്കുന്നത്? ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് വിളിക്കുന്നത്. Then it was R.D. Banerjee. Who led the excavation in Mohenjo-daro in the present Pakistan. Further researches on these civilizations are going on.
ഇനി നമ്മൾ ഹാരപ്പ പറഞ്ഞു അല്ലേ, പാകിസ്ഥാനിലാണ്. അതേപോലെ പാകിസ്ഥാനിലെ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ എവിഡൻസ് കിട്ടിയിട്ടുള്ള മറ്റൊരു പ്രദേശമായിരുന്നു മോഹൻജദാരോ. ഈ മോഹൻജദാരിൽ എക്സ്കവേഷന് നേതൃത്വം നൽകിയത് R.D. ബാനർജി ആയിരുന്നു. ആരായിരുന്നു? R.D. ബാനർജി. ഇവിടെ നമ്മൾ 3 ആളുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. 3 മെയിൻ പീപ്പിൾസാണ്. ആരൊക്കെയാ മെയിൻ പീപ്പിൾ? ആരൊക്കെയാ അവർ? ഫസ്റ്റ് സർ ജോൺ മാർഷൽ, ദി ഡയറക്ടർ ഓഫ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ദെൻ സെക്കൻഡ് ദയാറാം സാഹിനി. അദ്ദേഹം എന്തിന് നേതൃത്വം നൽകിയതാ? ഹാരപ്പയിൽ എക്സ്കവേഷന് നേതൃത്വം നൽകിയതാണ് ദയാറാം സാഹിനി. ദെൻ തേർഡ് R.D. ബാനർജി. അദ്ദേഹം എവിടെയാണ് എക്സ്കവേഷന് നേതൃത്വം നൽകിയേ? മോഹൻജദാരോ അല്ലേ. ഈ 3 ആളുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇനി അവിടെ ഒരു ചാർട്ട് കൊടുക്കുന്നുണ്ട്. ആ ചാർട്ട് നിങ്ങൾ ഫില്ലപ്പ് ചെയ്യാം. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, പേജ് നമ്പർ 24 ഈ ചാർട്ട് ഉണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് ഫില്ലപ്പ് ചെയ്യുക കേട്ടോ. നോട്ട്ബുക്കിൽ ഫില്ലപ്പ് ചെയ്തിട്ട് സെൻഡ് ചെയ്യാം. ദെൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ lead these researches on archaeology in India. This institution was established during the reign of the British. ഇന്ത്യയിൽ പുരാവസ്തു പഠനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ്. ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഈ സ്ഥാപനം ആരംഭിച്ചത്. നമ്മൾ ഇപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. 1921 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടറായിരുന്നു ആര്? സർ ജോൺ മാർഷൽ അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ദി ഹാരപ്പൻ സിവിലൈസേഷൻ സ്ട്രെച്ച്ഡ് അക്രോസ് ദി റീജിയൻ റേഞ്ചിങ് ഫ്രം ദി വെസ്റ്റേൺ പാർട്ട് ഓഫ് പാകിസ്ഥാൻ ടു ആലംഗീർപൂർ in Uttar Pradesh and from Kashmir in the north to the Narmada Valley in the south. എന്താ, പാകിസ്ഥാൻ്റെ പടിഞ്ഞാറ് തീരം മുതൽ ഉത്തർപ്രദേശിലെ ആലംഗീർപൂർ വരെയും വടക്ക് ജമ്മു കാശ്മീർ മുതൽ തെക്ക് നർമ്മദ തീരം വരെയുമാണ് ഹാരപ്പൻ സിവിലൈസേഷൻസ് വ്യാപിച്ചെടുക്കുന്നത്. ദെൻ നമ്മൾ ഓൾറെഡി പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഏകദേശം ഈ സിവിലൈസേഷൻസ് ഒക്കെ കാണുന്നത് അതായത് ബ്രോൺസ് ഏജിലാണ്, വെങ്കല യുഗത്തിലാണ് കാണപ്പെടുന്നത്. അതിന് മെയിൻ ഫീച്ചർ എന്തൊക്കെയാണെന്ന് പറയാം. അപ്പോൾ എന്തൊക്കെയാണ് അതിന് കാരണം എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചർച്ച ചെയ്യാം കേട്ടോ. ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റിൽ നമുക്ക് ചർച്ച ചെയ്യാം എന്തുകൊണ്ടാണ് ഇത് ബ്രോൺസ് ഏജിലാണെന്ന് നമ്മൾ പറയാനുള്ള കാരണം എന്നുള്ളത്. അപ്പോൾ ഏകദേശം ആ പീരീഡ് നമ്മൾക്ക് നോക്കാം. BCE 2700 and to BCE 1700 അല്ലേ. BCE 2700 മുതൽ BCE 1700 വരെയാണ് ഈ സംസ്കാരത്തിൻ്റെ കാലഘട്ടം ഡ്യൂറേഷനായിട്ട് പൊതുവെ കണക്കാക്കുന്നത്. ഓക്കെ, ഇനി അവിടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട് അല്ലേ, കണ്ടല്ലോ. ഒബ്സർവ് ദി മാപ്പ് ആൻഡ് ലിസ്റ്റ് ഔട്ട് ദി മേജർ സൈറ്റ്സ് ഓഫ് ദി ഇൻഡസ് വാലി സിവിലൈസേഷൻ ഇൻ ദി ടേബിൾ ഗിവൺ. താഴെ ഒരു ടേബിളും കാണുന്നുണ്ടാവും, ഒരു മാപ്പും കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടെ എന്താണ്, ചുവടെ കൊടുത്തിരിക്കുന്ന ഈ ഭൂപടം നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്തിട്ട് എന്താണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ പ്രധാന കേന്ദ്രങ്ങൾ ഉൾപ്പെട്ട ഒരു പട്ടിക താഴെ തന്നിട്ടുണ്ട്. ആ പട്ടിക നിങ്ങളൊന്ന് ഫില്ലപ്പ് ചെയ്യണം. ഐഡൻറ്റിഫൈ ദി പ്രസൻറ്റ് കൺട്രീസ് ഇൻ വിച്ച് ദേ ആർ സിറ്റുവേറ്റഡ്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഇന്ന് ഏതെല്ലാം രാജ്യങ്ങളിലാണ് ഈ പ്ലേസുകൾ സ്ഥിതി ചെയ്യുന്നതെന്നാണ്. അപ്പോൾ നമുക്ക് 3 പ്ലേസുകളാണ് പ്രധാനമായിട്ട് ഇതിലുണ്ടാവുക. ഒന്ന് ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ. ഈ 3 പ്രദേശങ്ങളിലാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻസ്. ഹാരപ്പൻ സിവിലൈസേഷൻ നമുക്ക് പറയാം. ഇൻഡസ് വാലി സിവിലൈസേഷൻ സ്ഥിതി ചെയ്യുന്നത് 3 രാജ്യങ്ങളിലായിട്ടാണ്. ഏതൊക്കെയാണ് 3 കൺട്രീസ്? ഇന്ത്യ, പാകിസ്ഥാൻ ആൻഡ് അഫ്ഗാനിസ്ഥാൻ. ഈ 3 പ്രദേശങ്ങൾ. അപ്പോൾ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് അതെന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടെത്തിയിട്ട് ഈ ടേബിൾ ഒന്ന് ഫില്ലപ്പ് ചെയ്യണം. നമ്മുടെ ചാപ്റ്റർ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ഈ
നമ്മുടെ ഈ ഭാഗം ഇവിടെ കൺക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? മെയിനായിട്ട് 5 സിവിലൈസേഷൻസ് ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. അത് ഏതൊക്കെ റിവർ വാലീസിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ രൂപപ്പെട്ടത് എന്നുള്ളതും നമ്മൾ ചർച്ച ചെയ്തു അല്ലേ. ദെൻ നെക്സ്റ്റ് നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ എവിടെയായിരുന്നു? ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ എക്സ്കവേഷന് ആരൊക്കെയാണ് അതിന് നേതൃത്വം നൽകിയവർ അല്ലേ? അന്നത്തെ ഡയറക്ടർ സർ ജോൺ മാർഷൽ. ഹാരപ്പൻ എക്സ്കവേഷൻ ലീഡ് ചെയ്തത് ദയാറാം സാഹ്നി. ദെൻ മോഹൻജദാരോ RD ബാനർജി. ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിച്ച മറ്റൊന്ന് വാട്ട് ഈസ് ദ റീസൺ ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻസ് ഓൾസോ നോൺ ആസ് ദി ഹാരപ്പൻ സിവിലൈസേഷൻ. ദെൻ സെക്കൻഡ് റേഞ്ചാണ് അല്ലേ, ഹാരപ്പൻ സിവിലൈസേഷൻ എവിടേക്കാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ മറ്റൊന്ന് നമ്മൾ ചർച്ച ചെയ്തത് ഹാരപ്പൻ സിവിലൈസേഷൻസ് സൈറ്റുകൾ ഇന്നത്തെ ഏതൊക്കെ രാജ്യങ്ങളിലാണ് കാണപ്പെടുന്നത് എന്നായിരുന്നു. ഹാരപ്പൻ സിവിലൈസേഷൻസ് ഓർ ഇൻഡസ് വാലി സിവിലൈസേഷൻ നിലനിന്നിരുന്ന പ്രധാന സൈറ്റുകൾ ഏതാണെന്ന് നമുക്കൊരു പ്രാവശ്യം പറയാം അല്ലേ. നമ്മൾ പറയാൻ വിട്ടുപോയിരുന്നു. ഏതൊക്കെയായിരുന്നു? ഹാരപ്പ, മോഹൻജദാരോ, സുൽക്കാജൻദോർ, ആലംഗീർപൂർ, ബനവാലി, കാലിബംഗാൻ, ലോത്താൽ, ധോളവീര, റാങ്പൂർ, ഷോട്ട്ഗോയ്. ഇത്രയും പ്രദേശങ്ങളാണ് അല്ലേ. ഏതൊക്കെയാ? ഹാരപ്പ, മോഹൻജദാരോ, സുൽക്കാജൻദോർ, ആലംഗീർപൂർ, ബനവാലി, കാലിബംഗൻ, ലോത്താൽ, ധോളവീര, റാങ്പൂർ, ഷോട്ട്ഗോയ്. ഇത്രയും സൈറ്റുകളാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ. ഇത്രയും സൈറ്റുകളിൽ നിന്നാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ എവിഡൻസ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഏതൊക്കെ കൺട്രീസിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓക്കെ ആണല്ലോ. ഇതിൻ്റെ ആൻസർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടെത്തിയ ആൻസറുമായിട്ടൊന്ന് നിങ്ങൾ താരതമ്യം ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, ലെറ്റ്സ് സ്റ്റോപ്പ് അവർ ക്ലാസ്. ഫസ്റ്റ് ഓഫ് ഓൾ ഓഫ് യു താങ്ക് യു.